വൈകുന്നേരം കയറി മുറി കയറി വാതിലടച്ച് സഞ്ചു. പിന്നെ ഇറങ്ങി വരുന്നത് രാത്രി ഭക്ഷണം കഴിക്കാൻ നേരമാണ്. ആമയാണെങ്കിൽ അവന് ശല്യപ്പെടുത്താനൊന്നും പോയില്ല. എന്തോ പ്രശ്നം കാര്യമായിട്ടുണ്ടെന്ന് അവൾക്കും തോന്നി. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ആമി ഭക്ഷണം വിളമ്പി വെക്കുന്നുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയും വിളമ്പി വെച്ച് വെള്ളം എടുക്കാൻ പോകുമ്പോ അപ്പോഴാണ് സഞ്ജയ് എസ് ഐ അശോകിന്റെ ഫോൺ കോൾ വന്നത്. സഞ്ജു അടുക്കളയിൽ നിൽക്കുന്ന ആമി ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ, സഞ്ജയ് അല്ലേ? എസ് ഐ അശോക സംസാരിക്കുന്നത്. മനസ്സിലായി സാർ, പറഞ്ഞോളൂ. അവൻ എഴുന്നേറ്റ് അല്പം മാറി നിന്നു. ശില്പയുടെ ഫോൺ ഞങ്ങൾ ചെക്ക് ചെയ്തു. സൈറ്റുകളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഏതൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡോണ്ട് വറി, അതെല്ലാം ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. സാർ, ശില്പ അവള് വിചാരിച്ച സൈസൊന്നും അല്ലടോ. കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണത്രേ. ലേഡി കോൺസ്റ്റബിൾസ് മാറി മാറി പണിയെടുക്കുന്നുണ്ട്. എന്നിട്ടും അടങ്ങിയിട്ടില്ല. ഐ തിങ്ക് ഷീ ഈസ് എ ഡ്രഗ് അഡിക്റ്റ്. എസ് ഐയുടെ വാക്കുകൾ സഞ്ജയ് നെഞ്ചിലിപ്പോടെ കേട്ടത്. പിന്നെ മറ്റവൻ റോണി കഴിഞ്ഞ 12 മണിക്കൂറെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ എന്തിനുണ്ടെങ്കിൽ തന്നെ വിളിക്കാം. കൂടുതലൊന്നും പറയാതെ എസ് ഐ ഫോൺ വെച്ചപ്പോ സഞ്ജയ് ദീർഘമായെന്ന് നിശ്വസിച്ചു. സഞ്ജയുടെ കഴിക്കുന്നില്ലേ? ആമി വാതിക്കലോളം വന്നു സഞ്ജയനോട് തിരക്കിയതപ്പോഴാ. ഇതാ വരുന്നു. അവന്റെ മറുപടി കിട്ടിയത് അവൾ അകത്തേക്ക് കയറിപ്പോ. ഭക്ഷണം കഴിക്കുമ്പോഴും ആമിയൊന്നും മിണ്ടിയില്ല. വൈകുന്നേരം അവളോട് രൂക്ഷമായി പെരുമാറിയതിന്റെ പിണക്കോണെന്ന് അവരും കരുതി. രണ്ടാളും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ആമിക്കൊപ്പം സഞ്ജയ് അവൾക്കൊപ്പം അടുക്കളയിൽ സഹായിച്ചു. പണികൾ ഏകദേശം ഒന്ന് ഒതുക്കിയപ്പോ സഞ്ജയ് റൂമിലേക്ക് പോയി. ആമി റൂമിലേക്ക് വരുമ്പോൾ സഞ്ജയ് ബെഡിൽ കിടക്കുകയാണ്. അവന്റെ നോട്ട് അവളുടെ മേലെയാണ്. എന്ന ചിന്തകൾ വേറെ പലതിലുമാണെന്ന് മുഖത്തുനിന്ന് വായിച്ചറിയാം. ആർക്കറിയാം എന്താണെന്ന്? ചോദിച്ചാലൊന്നും പറയില്ലല്ലോ. ആമി മുടി വാരിക്കെട്ടി ക്രോബൂട്ട് മുഖത്തൽപ്പം ക്രീമും വാരിത്തേച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് സഞ്ജുവിന്റെ അരികിൽ കിടന്നു. അവൻ മറുവശത്തേക്ക് തിരിഞ്ഞ കിടക്കുന്നത്. ആമി മെല്ലെ മെല്ലെ അവൻ അരികിലേക്ക് നീങ്ങി. അവന്റെ ഷർട്ടിടാത്ത മുതുകിൽ ആദ്യമായൊന്ന് തൊട്ടു. പിന്നെ ഒന്ന് തലോടി. അവൻ തിരിച്ചൊന്നും പറയുകയും ചെയ്യുകയില്ലെന്ന് കണ്ടപ്പോ ധൈര്യത്തോടെ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേർന്നു. സഞ്ജുവിന്റെ നെഞ്ച് ആർദ്രമായി. പാവം തന്റെ പെണ്ണ് വയറിച്ചിട്ട് കൈകൾ അവന് മുറുക്കി പിടിച്ചപ്പോ ആമി തലപൊത്തിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ആ കാതി തുമ്പി ചുംബിച്ചു. സഞ്ജു തിരിഞ്ഞു കിടന്ന് ആമിയെ കൈകളിലാക്കി. എസ് ഐ വിളിക്കുന്നത് വരെ ആദ്യമായിരുന്നു. എടുത്തു വെച്ച ചിത്രങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോന്നറിയാതെ തീച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അതിന്റെ ടെൻഷനിലാണ് ആമിയോട് ദേഷ്യപ്പെടേണ്ടി വന്നത്. അവളുടെ മുന്നിൽ പോവാതെ ഇത്ര നേരം കഥകരച്ച് മുറിയിലിരുന്നിട്ട് ഇന്ന് റോഡിൽ വെച്ച് വഴക്ക് പറഞ്ഞപ്പോ സങ്കടമായോ ആമി? അവൻ അരുമയോട് ചോദിച്ചു. സങ്കടം വന്നു, പക്ഷെ സാരമില്ല. ഞാൻ കാരണമല്ലേ റോഡിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടായത്. ഞാനും അന്നേരം പേടിച്ചു പോയി സഞ്ജേട്ടാ. റോഡിൽ വെച്ച് വണ്ടി ഒന്ന് പാളയെ തീർക്കുന്നു. ആമിയുടെ നെഞ്ചൊന്ന് കിടുങ്ങി. സഞ്ജു അവളുടെ മുഖത്തോട് തലോടി. ആമി അവന്റെ നെഞ്ചിൽ കവിൾ അമർത്തി കിടക്കുകയായിരുന്നു. അവന്റെ നെഞ്ചിരിപ്പ് ഒഴുകി കേൾക്കാം. എന്നത്തെയും പോലെ ശാന്തമല്ല. നെഞ്ചെന്താ ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കണേ? ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എന്നോട് ദേഷ്യം വരല്ലേ? സഞ്ജയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആമി അവന്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിരുന്ന് തലോടി. ഒന്നുമില്ല ആമി, കള്ളം. അപ്പൊ ശില്പ മിസ്സിനെ ശല്യം കേട്ടതോ? മിസ്സിനെ പോലീസ് കൊണ്ടുപോയതോ? പോലീസ് സ്റ്റുഡന്റിന് പോലും കാര്യം അറിയില്ല. മിസ്സുമാരോട് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതെ സഞ്ജേട്ടൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ. ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ചു. ആമി ചോദിക്കുന്നുണ്ട്. സഞ്ജു പെട്ട് അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. ആമിയെ കാണുമ്പോ സഞ്ജുവിന് നെഞ്ചകം വിങ്ങി വരികയാണ്. ഒരുപാട് പെൺകുട്ടികളുടെ മുഖം ഓർമ്മ വരികയാണ്. ശില്പയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. തന്റെ ആമിയുടെ ഫോട്ടോ മറ്റൊരുത്തന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. വൃത്തികെട്ട കണ്ണുമായി അവളെ നോക്കി. ആമിയുടെ നിഷ്കളങ്കതയിൽ തന്റെ വിശ്വാസത്തിൽ അവൾ മുതലെടുക്കുകയല്ലേ ചെയ്തത്. അന്ന് പനിച്ചു കിടന്നൊരു സമയത്ത് ശില്പ ആമിയുടെ ഫോട്ടോ എടുത്ത് സഞ്ജു ഓർത്തു. അന്ന് ശില്പ ആമിയുടെ പാവാട മുകളിലേക്ക് കയറ്റി വെച്ചതില്ല. ദുഷിച്ച മനസ്സോടെ തന്നെയായിരുന്നു സഞ്ജുവിനെ കണ്ടത്.
എന്തിനൊന്നറിഞ്ഞു അകാരണമായി അവന്റെ ഹൃദയം പിടിച്ചു. സഞ്ജേട്ട, എന്താ പറ്റിയേ? ഇരുട്ടി അവന്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്ന് കണ്ടപ്പോൾ ആമി അവന്റെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ചു. സഞ്ജു ആ കൈകൾ എടുത്തു മാറ്റി അവളുടെ നെറ്റിയിൽ ഉമ്മയും വെച്ചു. അവളുടെ മിഴികൾ, തുടുത്ത കവിള്, ചുണ്ടുകൾ എല്ലാം മാറി മാറി ചുണ്ടിച്ചോടിരുന്നു. അങ്ങനെയെങ്കിലും മനസ്സിലെ ഭാരമൊന്നു കേട്ടെ, മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ. ഒടുവിൽ മലർന്നു കിടന്നു അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു. ആമി പക്ഷെ അവന്റെ പ്രവൃത്തികളെ അത്ഭുതത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ആമി ഉറങ്ങിട്ടു. സഞ്ജേട്ടൻ പിന്നീട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് ശാന്തമായി ഉറങ്ങി. വിഷ്ണു ഹാളിൽ നിന്ന് ഇറയത്തേക്ക് വന്ന് നോക്കിയ ആമി ചൂരിൽ കസേരയിൽ കണ്ണടച്ച് കിടക്കുന്ന വിഷ്ണുവിനെ ഒന്ന് നോക്കി. അവനും ഓർമ്മകളിൽ എഴുന്നേറ്റ്. എന്താ നീ പുറത്തേക്ക് വന്നത്? സോറിഡ, ഞാൻ നേരത്തെ അറിയാതെ കാര്യങ്ങൾ നിങ്ങളെങ്ങടി വിശ്വസിച്ചല്ലേ? അത് പറയരുത്. ആമി ചുരിദാർ ഷാളിന്റെ അറ്റം കൊണ്ട് കണ്ണുകളൊക്കെ സാരമില്ലടോ, പറയില്ലേ? വിഷ്ണു എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു അവന്റെ തൊട്ടടുത്തിരുത്തി ആമിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ശരിക്കും ഈ കണ്ണീരിന്റെ ആവശ്യമുണ്ടോ? അമ്മി, സഞ്ജയ് സാറാണെങ്കിൽ 2 മാസത്തിനുള്ളിലാണ്. വരുമ്പോഴെക്കാളും നിന്നെ ഈ കോലത്തിൽ കണ്ട നിന്റെ സിനിയമ്മയെ ഞങ്ങൾ എല്ലാരും വഴക്ക് പറയും. നിങ്ങളൊക്കെ ചുറ്റും ഉണ്ടായിരുന്നിട്ടാണ് എന്റെ ആമി ഇങ്ങനെ ഒറ്റക്ക് വിഷമിക്കുന്നതെന്ന് ചോദിക്കില്ലേ? വിഷ്ണു അത് കളിയോടെ പറഞ്ഞത്. ആമിക്ക് വിഷം അത് കൂടുതൽ വേദന ചെയ്ത് അവസാനമായി കണ്ട ദിവസം സഞ്ജയ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതിൽ മൂടുന്നുണ്ട്. 2 വർഷം വേഗത്തിൽ പോകുന്നു. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. നിയമം മാത്രമല്ല, ജനങ്ങൾ നമുക്കൊപ്പമാണെന്ന്. അതുകൊണ്ട് വിഷമിക്കരുതെന്ന്, വേദനിക്കരുതെന്ന് അവനെ ഓർന്നു. ദുഃഖം പേര് നടക്കരുതെന്ന്, പഴയ തിരക്ക് മിടിക്കേ ഇരിക്കണമെന്ന്. കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവസാനമായി തന്റെ പ്രാണിൽ നിന്ന് കേട്ട വാക്കുകൾ. 2 വർഷമാകുന്നു. അമ്മ ഒന്ന് കാണാൻ കൊതിയാവുന്നു. ഒന്ന് കാണാൻ സംസാരിക്കാൻ കഴിയാതെ എത്ര നാളായി സഞ്ജേട്ട. മാമിയുടെ ഉള്ളം തേങ്ങി കണ്ണുകൾ പോയിട്ട് അത് കണ്ടത് വിഷ്ണു മറുത്തൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ സഞ്ജയ് പോയതിനു ശേഷം അവളുടെ കണ്ണുകൾക്ക് വിശ്രമം ഉണ്ടായിട്ടില്ലല്ലോ. വിഷ്ണുവും കൂട്ടരെ ആമി ഒന്ന് കണ്ടുപോകണമെന്ന് വെച്ചാൽ വന്നതുപോലെ. പക്ഷെ ആമി അവർ വീട്ടില്ല. ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്ന് കയറുന്നത്. അതുകൊണ്ട് ഉച്ചയൂണ് അവിടുന്ന് തന്നെ കഴിക്കണമെന്ന് ആമിക്ക് ഒരേ വാശ. ചോറും കറികളും വിളമ്പി ആമി കൂട്ടുകയറി സ്നേഹത്തോട് കൂട്ടി അരികിൽ തന്നെ നിന്ന്. നീയും കൂടി ഇരിക്കാപ്പി, ഒരുമിച്ച് കഴിക്കാലോ. രേവതി ഒളിച്ചു. അതെ, മോള് കൂടി ഇരിക്കാം. സിനിയമ്മ അമ്മയെ നോക്കി. ഞാൻ കുളിച്ചിട്ടേ കഴിക്കുന്നുണ്ട്, നിങ്ങൾ കഴിച്ചാട്ടെ. ആമി അവർക്ക് വെള്ളം കൂടി പകർന്നു കൊടുത്തുകൊണ്ട് നെഞ്ചിരിയുടെ മുകളിലേക്ക് പോയി. മുറി കയറി കാത്തു കടച്ച് അവൾ അല്പനേരം അവിടെ ചാരി നിന്നു. ഉള്ളിൽ1000 വേദനകൾ മറിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് വലിയ കഷ്ടപ്പിടിച്ചൊരു കാര്യമാണ്. ആമി കണ്ണുകൾ തിരിച്ച് അപ്പലും എടുത്ത് കുളിക്കാനും കയറി. ഷവറിന് കയറി നിൽക്കും. മധുരിക്കുന്ന ഓർമ്മകൾ വീണ്ടും എത്ര തവണ ഉടലുകൾ ഒന്നാക്കി ഇതുപോലൊരു ഷവറിന് ചോട്ടി കെട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ട് താനും സഞ്ജു. ഒന്നിച്ച് കുളിച്ചിട്ടുണ്ട്. അതിനെല്ലാം മുൻകൈ എടുക്കുന്നതും താനായിരിക്കും. സഞ്ജയേട്ടന് അപ്പോഴും ഒരു ചമ്മല. പക്ഷെ പതിയെ ആ ചമ്മലെല്ലാം മാറി. ഇന്ന സാഹചര്യമൊന്നുമില്ല തന്നെ കെട്ടിപ്പിടിക്കുന്നത്, ചുംബിക്കുന്നത്. ഹാളൊരു ഹരമായി ഒരുപോലെ വെട്ടുകയർത്ത് കിതപ്പടക്കി തന്റെ നെഞ്ചിൽ മുഖമുദ്രയ്ക്കും. വേദനിച്ച് കരയുന്നു തന്നെ മുത്തങ്ങൾ തന്ന് സാന്ത്വനിപ്പിക്കും. ഓർമ്മകൾ ആമയുടെ കണ്ണും നിറച്ച് ഒഴിവായി ഒഴിക്കുക. തല നനച്ചു പൊളിച്ച് തോർത്തും കെട്ടിവെച്ച് അവളറി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്തൊരു കോലമാണ്! ഇരുണ്ട് മൂടിയൊരു മുഖം, കരി പിടിച്ച വിളക്ക് പോലെ എല്ലു പൊന്തി കഴുത്തിലും തോളിലും വിരലോടിച്ചവളു. നനന്റെ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ല ആമി നിന്നോട്? ആമി ഞെട്ടി തരിച്ചു പോയി. സഞ്ജേട്ടന്റെ സ്വരം. അവള് പിന്നിലേക്ക് നോക്കി. അവിടെ വാതിലിൽ ചാരി നിൽക്കുന്ന സഞ്ജേട്ടൻ കൈകൾ പിണച്ചു വെച്ച് അവളെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട്. സഞ്ജേട്ട! ആമയുടെ ശബ്ദം മുറിഞ്ഞുപോയി. എന്ത് സഞ്ജേട്ടൻ? ഞാൻ അടുത്തില്ലാണ്ടായിരുന്നു. വേഷം കെട്ട് വീണ്ടും തുടങ്ങി.
പറഞ്ഞാലോട്ടും അനുസരണയില്ലല്ലേ ആമി. ഇങ്ങോട്ട് അടിക്കത്. സഞ്ജു അവളുടെ തലയിൽ തോർത്തഴിച്ചു മാറ്റി. അവളുടെ മൊഴിയിലകൾ താഴെ കഴിഞ്ഞു വീണു. ഒരു സ്വപ്ന ലോകത്തെന്തോ പോലെ അറിഞ്ഞു. ആമയുടെ കണ്ണുകൾ കലങ്ങിപ്പോയി. സഞ്ജു ആ മിഴിയിലേക്ക് അലിവോട് നോക്കി. എന്തിനെന്റെ കുഞ്ഞു കരയണേ? എന്നെ ഓർത്ത് കാര്യം പ്രത്യേകം പറഞ്ഞതല്ലേ ആമി? എക്സാം എഴുതി റിസൾട്ട് വരെ വന്നില്ലേ? തുടർന്ന് പഠിക്കണ്ടേ? അതോ വീണ്ടും മടിച്ചായോ? ചൂരലെടുക്കണോ ഞാൻ? അവളുടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ച് ഗൗരവത്തോട് ചോദിച്ചു. സഞ്ജയ് ആമി ആ കൈകളിൽ പിടിച്ചു വീതുണ്ട്. എന്ത്? അവന്റെ മുഖം ആർദ്രമായി. അവൾ നെഞ്ചോട് ചേർത്ത് മുഖം നില ചുംബനങ്ങൾ കൊണ്ട് പോടി. ആമി അവനെയും കൊണ്ട് നിലതെറ്റി ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിർത്തു. സ്പ്രേ ബോട്ടിൽ പൗഡർ ടിന്നുകളും തട്ടി താഴെ വീണു. സഞ്ജയുടെ ആമിനിട്ട് കണ്ണു തുറന്നു. അവളുടെ കൈ തട്ടിയായിരുന്നു. ടേബിളിൽ സാധനങ്ങൾ മറിഞ്ഞു വീണു. മുന്നിൽ സഞ്ജുവില്ല. അവന്റെ കരങ്ങളിൽ തന്നെ പൊതിഞ്ഞിട്ടില്ല. തലമുടി തോർത്തി തന്നിട്ടില്ല. തന്റെ മുഖത്തൊന്നും ചുംബനച്ചോട് പതിഞ്ഞിട്ടില്ല. ചുറ്റി അവൾ പരിഭ്രാന്തിയോടെ നോക്കി. സ്വപ്നമായിരുന്നു. കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. സ്ഥലകാലം പോന്ന് വീണ്ടെടുത്തപ്പോ ആമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. എനിക്ക് വയ്യ സഞ്ജേട്ടാ, ഞാൻ മരിച്ചു പോകും. അവൾ മുട്ടുകാലി മുഖം പൂട്ടി അവനെ നേരി കാണുന്നത് ഹൃദയവേദന അനുഭവിച്ചിട്ടില്ല. അവനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുത്തു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി തീരും. ശില്പയെ അറസ്റ്റ് ചെയ്തതിന് 3 ദിവസങ്ങൾക്ക് ശേഷം സഞ്ജേട്ടാ ഇങ്ങ എഴുന്നേറ്റേ. ഇത് എന്തൊരു ഉറക്കവാ! ഇത് കണ്ടോ? രാവിലെ തന്നെ ആമിയുടെ ബഹളവാ. അലാറത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ സഞ്ജുവിന്. ആമി കൂടിയുള്ളപ്പോ ഇനി എന്തിനാ പ്രത്യേകിച്ച് ഒരു അലാറം? ഉറക്കം വരുന്ന ആമി, എന്താ നിനക്ക്? അവളുടെ കൂലിക്കൽ ഉറക്കം മൂർന്നതിന്റെ ഈർഷയിൽ സഞ്ജു കുറുകിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങോട്ട് എഴുന്നേറ്റെന്നേ. ദേ ഈ ഫോണിലേക്കൊന്ന് നോക്കി. ആമി അവനൊപ്പം കയറി കിടന്നു. ബലമായിട്ട് ഫോൺ അവന്റെ മുഖത്തിന് നേരെ പിടിച്ചു. ഉറക്ക ചരവോട് സഞ്ജു അതിലേക്ക് നോക്കി. പാടം മൂടി കണ്ടതോ അവനത് കാണാനും കഴിഞ്ഞില്ല. ശില്പ മിസ്സിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു. ആമി അത് പറഞ്ഞത്. അവന്റെ ഉറക്കം ഏത് വഴി പോയെന്നറിയില്ല. അവൻ ആ ഫോണ് വാങ്ങിച്ച് ചാരി എഴുന്നേറ്റ് നോക്കി. കോളേജ് ഗ്രൂപ്പിൽ വന്നത് ശില്പ ഇമ്മീഡിയറ്റ് എഫക്ട് പെർമനന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്ന് രേവതി രാവിലെ വിളിച്ച് കാണിച്ചു തന്നതാ. പാവ ശില്പ മിസ്. ആമി പറഞ്ഞത് സജ്ജ് തിരിഞ്ഞൊരു നോട്ടമായിരുന്നു അവളെ. ആമി ദഹിച്ചു പോയാ നോട്ടത്തില്. എന്ത്? ആമി കണ്ണു മിഴിച്ചു. സഞ്ജു ഫോൺ അവളുടെ മടിയിലേക്ക് ഇട്ട് പൊതുപ്പ് മാറ്റി എഴുന്നേറ്റ്. ആകെ അറിയാം നോക്കി പേടിപ്പിക്കാൻ. സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായി. ഇന്ന് പറയും നാളെ പറയുന്ന മടുത്ത് കാത്തിരുന്ന് മടുത്ത്. ഇനി ഞാൻ ചോദിക്കില്ല കേട്ടോ. എന്നോടെ ഒരു തരി ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാ മതി. എഴുന്നേറ്റ് വാഷ്റൂം കിട്ടിയാണ് ബ്രഷും പേസ്റ്റും എടുത്ത് പിടിച്ചു നിൽക്കുന്നവനെ ആമയ്ക്ക് എറുപോടെ നോക്കി പറഞ്ഞു. സച്ച് അവളെ അലസമായി നോക്കിയപ്പോഴേക്കും ആമി നാക്ക് നീട്ടി പിടിച്ച് കാണിച്ചു. പിണക്കത്തോടെ അടുക്കളയിലേക്കും കയറിപ്പോയി. സഞ്ജു വേഗം ബ്രഷും ചെയ്തു മുഖവും കഴുകിയിറങ്ങി. ആമി അടുക്കളയിൽ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ക്ലാസ്സില്ല. പൊട്ടിന് പൊടി കുഴയ്ക്കുന്നവളുടെ ഇടുപ്പിലൂടെ കയ്യും ചുറ്റി കഴുത്തി മുഖം പൂഴ്ത്തിയവൻ. വേണ്ടപ്പോ ആമി തോല് വെട്ടിച്ചപ്പോ സഞ്ജു അവളുടെ കഴുത്തിൽ നനവോട് ചുപ്പിച്ചു. ചന്ദ്രിക സോപ്പിന്റെ മണവ ആമിക്ക്. എന്നെ ഉമ്മ പറ്റില്ല. ആമി മുട്ട് കൈകൊണ്ട് അവന്റെ വയറ്റിലും വേദനിക്കാതെ കുത്തി. സഞ്ജു അവളെ പൊക്കിയെടുത്തു കിച്ചൺ ടോപ്പിലേക്ക് ഇരുത്തി അവളുടെ കാലുകൾക്കിടയിൽ കയറി നിന്നു. ആ ശില്പ ആളൊരു ഫ്രോഡായിരുന്നു ആമി. ഒരു വൃത്തികെട്ട പെണ്ണാമി. സഞ്ജു പറഞ്ഞു. ആമി അവനെ നെറ്റിച്ചൊളിച്ചു നോക്കി. എന്തൊക്കെയാ പറയുന്നേ? ആമി അവന്റെ കണ്ണിലേക്ക് നോക്കി. സഞ്ജു അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു. അന്ന് നമ്മൾ മാളി വെച്ച് ശില്പയോടൊപ്പം ഒരാളെ കണ്ടില്ലേ? ഓർമ്മയുണ്ടോ? റോണിന്നോ അങ്ങനെ എന്തായിരുന്നില്ലേ പേര്? അവനെ അവളുടെ സെക്സ് പാർട്ട്ണർ ആയിരുന്നു ആമി. ശില്പ ഒരു ബൈസെക്ഷലാ. ഈ പറയുന്ന റോണി കൂടാതെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള ലൈഫിലുണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ആമിക്ക്? സഞ്ജു ചോദിച്ചതിനല്ലേ
ഏകദേശം മനസ്സിലായി എന്ന മട്ടിൽ ആമി തലയാട്ടി. യഥാർത്ഥ കാര്യം പറയും. അവൻ രണ്ടാമതൊന്നും അറച്ചെങ്കിലും ഇനി മുഴുവനും കേട്ടിട്ടേ കാര്യമുള്ളൂ എന്ന മട്ടിലായിരുന്നു ആമി. അതോടെ സഞ്ജു പറഞ്ഞു ശില്പയെ കുറിച്ച്, അവളുടെ ആരും അറിയാതെ പോയ ആ മുഖത്തെ കുറിച്ച്, എന്തിനാണ് അവളെ തല്ലിയതും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും ഇപ്പൊ ജയിലിൽ കിടക്കുന്നതെന്നും അങ്ങനെ തുടങ്ങി. ചോദ്യങ്ങൾക്കെല്ലാം ആമിക്ക് ഉത്തരം കിട്ടി. പറഞ്ഞ കഥകൾ 1-2 കാര്യങ്ങൾ മാത്രം സഞ്ജയ് മറച്ചു വെച്ചു. ശില്പയുടെ ഫോണിലുണ്ടായിരുന്ന ചിത്രങ്ങൾ പലതും ആമിയുടേതാണ്. ആമിയോടുള്ള അവളുടെ ആസക്തിയെ കുറിച്ച് അതിനോട് തന്നെ അവൾക്ക് ആവശ്യമുണ്ട്. അത് തുറന്നു പറയാൻ അവന് മനക്കെട്ടി ഉണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞ അത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആമി തളർച്ചയോടെ സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് ചാരുകയെ ചെയ്തത്. ശരി, അവരൊരു മോശ സ്ത്രീയായിരുന്നു. തുടരും.